We are going Ooty. അങ്ങനെ പില്ലോയും പുതപ്പും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇതേ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങാണ്. എല്ലാരും റെഡിയാണ്. ഊട്ടിയിലേക്ക് സൈഷാണെന്ന് കാണിച്ചാ ഉറക്കം വരണ്ട. അതാട്ടോ ഞാൻ മിക്സ് ടൈഗർ ബാം ഉറക്കം വരുന്നതാണത്. ഉറക്കം തലവേനൊക്കെ മാറും. അതെ. അങ്ങനെ ഇതേ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പുറപ്പെടുകയാണ്. അപ്പം ഞങ്ങൾ നേരെ പോണത് വളാഞ്ചേരി കോഴിക്കോട് ഹൈവേ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ 11 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറങ്ങാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ചേച്ചിയും കുട്ടികളൊക്കെ അതേ പുറകിൽ കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ചേട്ടനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നേരം വൈകിയതും അതുപോലെ തന്നെ ഉറങ്ങാൻ 2 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നല്ല ഉറക്കം ക്ഷീണമുണ്ട്. അപ്പം തന്നെ ഞങ്ങൾ ഹൈവേയുടെ സൈഡിൽ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒരു 15 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 3:40 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ലോറിയുടെ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ പടയെന്ന് എണീറ്റു കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റോളം ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാണ് പിന്നീടുള്ള യാത്രയൊക്കെ തുടർന്നത്. ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് ലക്കിടി വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് അടിവാരത്ത് എത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ള കാഴ്ചകൾ കാണാനായിട്ട് ചെറിയ ഇരുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ചുരം കയറാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ കാഴ്ചകളൊന്നും കാണില്ലല്ലോ. ഞങ്ങൾ ഏകദേശം ഒരു 4:30 കൂടിയിട്ട് അടിവാരത്തിന്റെ താഴെത്തി. അടിവാരത്തിന്റെ താഴെ നമ്മൾ വണ്ടി ഇട്ടിട്ട് കിടന്നുറങ്ങി. എനിക്കാണെങ്കിൽ വരുന്ന വഴിക്ക് ഉറങ്ങാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഉറങ്ങി പോവായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അടിവാരത്ത് ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറിന്റെ മുകളിൽ ഞാൻ ഉറങ്ങി. അങ്ങനെ 5:30 കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റിട്ട് ചേച്ചിനെയും പിള്ളേരൊക്കെ വിളിച്ച് എണീറ്റിട്ടാണ് ഇപ്പം നമ്മൾ ഈ യാത്ര വീണ്ടും തുടരുന്നത്. പിന്നെ ഒന്നാമത് 4:30 ഈ ചുരം കയറുകയാണെങ്കിൽ നമുക്ക് ഈ ചുരത്തിലുള്ള കാഴ്ചകളൊന്നും കാണാനും പറ്റില്ല. അപ്പൊ നേരം വെളുത്തിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ടിട്ട് പോവാലോ. അപ്പൊ നമ്മൾ ഈ പൊക്കോണ്ടിരിക്കണത് വയനാട് കാണാന്നുള്ള ഉദ്ദേശത്തിലല്ല ഈ പൊക്കോണ്ടിരിക്കണത്. നമുക്ക് കാണാനുള്ളത് മുത്തങ്ങ കാടും മസനഗുഡി, അത് കഴിഞ്ഞിട്ട് ഊട്ടിയാണ്. അപ്പൊ കുട്ടികളുടെ അടുത്ത് നമ്മൾ എങ്ങോട്ടാണ് ഈ പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് ബാക്കിയുള്ളൊരു വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ആദ്യമായിട്ടാണ് ചുരത്തിൽ ഇത്ര തിരക്കില്ലാണ്ട് ഞാൻ വണ്ടി ഓടിച്ചു പോണത്. കാരണം നമ്മൾ നേരത്തെ പോണത് നമ്മൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോ. അതെ, ഇത്ര നേരത്തെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ചുരത്തൊക്കെ കയറുമ്പോ ഇവിടെ ഒക്കെ വണ്ടികൾ ആകെ ബ്ലോക്ക് ആയിരിക്കും. നമ്മള് ചിലപ്പോ മണിക്കൂറുകളൊക്കെ ക്യൂ നിന്നിട്ടാണ് ഈ ചുരം കയറി പോവുക. അതെ, അതിനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായില്ലേ. അതെ, നല്ലൊരു സൈറ്റ് വെള്ളം കിട്ടുകയാണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആവണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും അങ്ങനെയുള്ള പല സ്ഥലമൊക്കെ കിട്ടുമോ നോക്കാം നമുക്ക് എന്തായാലും. അപ്പൊ ഈ കാണാണ് നമ്മുടെ ലക്കിടി വ്യൂ പോയിന്റ്. നമ്മളെന്തായാലും ഇവിടെ നിൽക്കണില്ല കേട്ടോ, നേരെ വയനാട് കയറാണ്. അപ്പൊ നമ്മളങ്ങനെ വയനാട്ടിലേക്ക് എൻട്രി ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മള് വയനാടെത്തി. കാണുന്നത് നമ്മുടെ കരിന്തണ്ടൻ്റെ ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും കരിന്തണ്ടൻ ആരാണെന്നൊക്കെ. അപ്പം നമ്മുടെ വയനാട് ചുരമൊക്കെ കണ്ടുപിടിച്ചത് തന്നെ കരിന്തണ്ടനാണെന്നാണ് പറയുന്നത്. അവസാനം ബ്രിട്ടീഷുകാർ കൊന്നു കളയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്കറിയില്ല, അതൊക്കെ കേട്ടുകഥകളാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ കരിന്തണ്ടൻ്റെ അവിടെ പ്രാർത്ഥിച്ച് കാണിക്കിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര പിന്നെയും തുടരാണ്. അപ്പം ഞങ്ങൾ ഈ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂമിലൊക്കെ ഒന്ന് കയറുകയാണ്. ടിഷ്യൂ ബാഗിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഈ ഒരു കിച്ചണിലേക്ക് കേട്ടോ ഞങ്ങൾ കയറിയത്. ലക്ഷദ്വീപ് കിച്ചൺ എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. അപ്പം നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതിൻ്റെ താഴത്തു കൂടെ ഒരു അരുവിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല ലക്ഷദ്വീപ് സ്റ്റൈലുള്ള ഒരു മസാല ദോശയായിരുന്നു അത്. അതും കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് വീണ്ടും പോകണം. അപ്പോൾ ഈ കാണുന്നത് മീനങ്ങാടി സെൻ്ററാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സെഞ്ചുറി. വെൽക്കം ടു മുത്തങ്ങ വൈൽഡ് ലൈഫ് സെഞ്ചുറി.
ഇതാ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ തടഞ്ഞു നിർത്തുവോ? അപ്പൊ ഞങ്ങൾ മുത്തങ്ങ വൈൽഡ് ലൈഫ് കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും കുറേ വലിയ വലിയ മരങ്ങളൊക്കെ കാണുന്നു. ഇത്രയും വലിയ കാടിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി സൈഡാക്കി. അപ്പോൾ ഇതിന്റെ കഥ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പണ്ട് രാമായണ കാലഘട്ടത്തില് സീതാദേവി വനവാസം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന കാലത്ത് വിശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പിന്നീട് അമ്പലമായിട്ട് മാറിയത്. പൊൻകുഴി ശ്രീരാമക്ഷേത്രം. കൊരങ്ങൻ ഇവര് റോട്ടിൽ നിന്നിട്ട് നല്ല കളിയിലാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇത് കർണാടക സ്റ്റേറ്റ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ. കർണാടക സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ വന്നിട്ടായിരുന്നു തമിഴ്നാട് സ്റ്റേറ്റിലായിരുന്നു അല്ലേ? ഇവിടെ എന്തായാലും ചെറിയ പൈസ ഉള്ളൂ. എത്ര 20 രൂപ അവര് വാങ്ങിച്ചുള്ളൂ. എന്തായാലും അതും കടന്നിട്ട് നമ്മൾ വീണ്ടും ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടക സ്റ്റേറ്റിൽ കൂടെയാണ്. അങ്ങനെ ഞങ്ങള് ആനേനെ കണ്ടു. ഇത്ര നേരമായിട്ട് യാത്ര ചെയ്തിട്ട് ഇപ്പോഴാണ് ഒന്ന് കാണുന്നത് കേട്ടോ. പിടിയാനകളാണെന്ന് തോന്നുന്നുണ്ട്. ഒറ്റ കൊമ്പൻ പോലും ഇല്ല കേട്ടോ. ഒക്കെ പിടിയാനകളാ. അതായത് കുട്ടിയാന അതിന്റെ ഇടയിൽ നിൽക്കണോക്ക് നമ്മൾക്ക് പോവാം. എന്തായാലും നമ്മൾ ഇത്രയും നേരം കാട്ടിക്കൂടെ സഞ്ചരിച്ചിട്ട് കുരങ്ങിനെയും കണ്ടു, മാനിനെയും കണ്ടു. ആനേനെ കാണില്ല വെച്ചിട്ടായിരുന്നു. അങ്ങനെ ആനേനെയും കണ്ടു അല്ലേ? അതെ അതെ, ആനേനെ കണ്ടു. അത് എത്ര ആനകളല്ലേ? അതെ, ഒരെണ്ണം തന്നെ. ഞാൻ ഒരെണ്ണം വിചാരിച്ചു. എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇനി അടുത്തത് കർണാടക സ്റ്റേറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ തമിഴ്നാടിന്റെ ഇതിലേക്ക് കേറും തോന്നുന്നുണ്ട്. അല്ല, നമ്മൾ ഒരു എന്താ ബന്ദിപ്പൂര് അല്ല ബന്ദിപ്പൂര തോന്നുന്നുണ്ട്. കണ്ടോ, ഗുണ്ടൽപേട്ട്, മൈസൂര്, കൊല്ലങ്കാൽ, ഊട്ടി. കാട് കഴിഞ്ഞിട്ടോ. ഞങ്ങളുടെ കാട് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോണത് എവിടേക്കാണ്? ഗുണ്ടൽപേട്ടിലേക്ക്. സൂര്യകാന്തിപ്പാടം. അതെ, ഇതൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ എവിടെയാണെന്ന് അറിയില്ല. പോണ വഴിയിൽ തന്നെ ആവും മിക്കവാറും. ഇനി നല്ല വൈബുള്ള കുറെ സ്ഥലങ്ങൾ വരും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു. അപ്പൊ ഞങ്ങളിപ്പം നിൽക്കുന്നത് കുറേ ചെണ്ടുമല്ലിയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാ തോന്നുന്നു കേരളത്തിലേക്കുള്ള ഓണ സീസണിലൊക്കെ ചെണ്ടുമല്ലി ഒക്കെ കൊണ്ടുപോകണേ. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ. അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് ഊട്ടിക്ക് പോകാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് യാത്ര പറഞ്ഞാലോ? അതെ. അപ്പൊ ചെണ്ടുമല്ലി തോട്ടത്തോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്.
അതാ മസനഗുഡിയിൽ ഇപ്പൊ എത്തിക്കാണ് ഞങ്ങള് കൂടെ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മസനഗുഡി കൂടെ ഉള്ള ഊട്ടി യാത്രയാണ് ഇനി കാണാനുള്ളത്. നല്ല അടിപൊളി റോഡും സൂപ്പർ എക്സ്പീരിയൻസും ആണ്. നമ്മൾ വീഡിയോയിലല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളാണ് ഇനിയുള്ളത്. അപ്പോൾ ഇനി പോണത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു റോഡ് എക്സ്പീരിയൻസിലേക്കാണ്. അപ്പോൾ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ്. അസ്ലമോ റോഡ് വീഡിയോ ആണ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ആ ഒരു റോഡ് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. രണ്ട് സൈഡിലും കാടുകൾ മാത്രമേ ഉള്ളൂ, അധികം വണ്ടികളൊന്നുമില്ല. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലേക്ക് എത്തും ഇത് കൂടെ. അപ്പോൾ ഒരുപാട് സമയമുണ്ട് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കി നോക്കണം എത്ര ദൂരം നമുക്ക് ഈ കാട്ടിൽ കൂടെ പോകാനായിട്ട് പറ്റുന്നു. ഇവിടുന്ന് മസനഗുഡി ടൗൺ കഴിഞ്ഞതും തൊട്ടങ്ങോട്ട് ഫുള്ളും കാടാണ്. അപ്പോൾ ഞങ്ങൾ ഇനി മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു ചുരം വരുന്നുണ്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണല്ലോ നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എന്താണ് ഇനി വരാൻ പോണതെന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല അടിപൊളി ചുരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഊട്ടിയിലേക്ക് മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോണ വഴി വലിയൊരു കയറ്റവും കുന്നും മലയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളും എല്ലാതും കാണാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, അത് കാണാതിരിക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ബാക്കിയുള്ള വീഡിയോകളിൽ ഊട്ടിയുടെ കാഴ്ചകൾ ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ തിരിച്ചുള്ള സ്നേഹവും ഞാൻ അങ്ങോട്ട് അറിയിക്കുന്നു കേട്ടോ. ശിഗോ, എങ്ങനെയുണ്ട് മസനഗുഡി? അടിപൊളി അല്ലേ? അപ്പൊ നമ്മളിപ്പം ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ചുരം ഞങ്ങള് കയറിക്കൊണ്ടിരിക്കുക.